CPIM കൊല്ലം ജില്ലാ സമ്മേളനം നാളെ ആരംഭിക്കും. 4 ടേം പൂർത്തിയാക്കിയ ജില്ലാ സെക്രട്ടറി കെ രാജഗോപാൽ ഈ സമ്മേളനത്തോടെ സ്ഥാനമൊഴിയും. ജില്ലയിലെ മുതിർന്ന നേതാവും സംസ്ഥാന കമ്മിറ്റി അംഗവുമായ പി രാജേന്ദ്രൻ സെക്രട്ടറിയാകാനാണ് സാധ്യത. ജില്ലയിൽ വിഭാഗീയത അവസാനിച്ചെന്ന് സമ്മേളനത്തിന് മുന്നോടിയായുള്ള വാർത്താ സമ്മേളനത്തിൽ ജില്ലാ സെക്രട്ടറി കെ രാജഗോപാൽ അവകാശപ്പെട്ടു. 17 ഏരിയ കമ്മിറ്റികളിൽ നിന്നായി 372 പേരും 42 ജില്ലാ കമ്മിറ്റി അംഗങ്ങളും അടക്കം 420 പ്രതിനിധികളാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. 5 ഏരിയ കമ്മിറ്റികൾ VS പക്ഷത്താണ്. മറ്റ് 2 കമ്മിറ്റികളിൽ VS പക്ഷത്തിന് സ്വാധീനമുണ്ട്. വലിയ ഗ്രൂപ്പ് പോരാട്ടത്തിന് സാധ്യതയില്ലെങ്കിലും പൊതുചർച്ചയിൽ വിമതസ്വരം ഉയരുമെന്നാണ് ഔദ്യോഗിക പക്ഷത്തിന്റെ കണക്കുകൂട്ടൽ. അതേസമയം വിഭാഗീയത അവസാനിപ്പിക്കാനായെന്നാണ് ജില്ലാ സെക്രട്ടറി കെ രാജഗോപാലിന്റെ വാദം. വിഭാഗീയത പല അവശിഷ്ടങ്ങളും പല സ്ഥലത്തും ഉണ്ടാവുമെന്നുള്ളത് സ്വാഭാവികമാണ്. പക്ഷെ വിഭാഗീയമായ ഏതെങ്കിലും ചേരിതിരിവ് ഇന്ന് പാർട്ടിയിലില്ല. എന്നാൽ പലതരത്തിലുള്ള സംഘടനാ പ്രശ്നങ്ങൾ സമ്മേളനമൊക്കെയായി ബന്ധപ്പെട്ടും ഉയർന്നു വരാറുണ്ട്. മറ്റ് ജില്ലാ സമ്മേളനങ്ങൾ ഈ സമയത്തില്ലാത്തതിനാൽ സംസ്ഥാന സെക്രട്ടേറിയറ്റിലെ എല്ലാ അംഗങ്ങളും കൊല്ലം സമ്മേളനത്തിൽ പങ്കെടുക്കും. 1998 മുതൽ കൊല്ലം ജില്ലാ സെക്രട്ടറിയായി തുടരുന്ന കെ രാജഗോപാൽ ഈ സമ്മേളനത്തോടെ സ്ഥാനമൊഴിയും. പുതിയ സെക്രട്ടറിയായി ജില്ലയിലെ മുതിർന്ന നേതാവായ പി രാജേന്ദ്രനെ തെരഞ്ഞെടുക്കാനാണ് സാധ്യത. കെ വരദരാജൻ, എസ് ജയമോഹൻ, കെ എൻ ബാലഗോപാൽ എന്നിവരുടെ പേരുകളും ഉയർന്നു കേൾക്കുന്നുണ്ട്. നാളെ ആരംഭിക്കുന്ന സമ്മേളനം 28-ന് സമാപിക്കും. സംസ്ഥാന നേതാക്കൾ ഒന്നടങ്കം പങ്കെടുക്കുന്ന കൊല്ലം ജില്ലാ സമ്മേളനത്തിൽ പുതിയ സെക്രട്ടറി ആരാകുമെന്ന കാര്യത്തിൽ തർക്കത്തിന് സാധ്യത കുറവാണ്. എന്നാൽ RSPയുടെ മുന്നണി മാറ്റവും PB അംഗത്തിന്റെ തോൽവിയുടെ കാര്യത്തിലുമെല്ലാം ചൂടേറിയ ചർച്ചകളും വിമർശനങ്ങളും ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഉറപ്പാണ്. ക്യാമറാമാൻ ഷിജു ചവറയ്ക്കൊപ്പം ഉമേഷ് ബാലകൃഷ്ണൻ, റിപ്പോർട്ടർ, കൊല്ലം.